Hello all, welcome to Competitive Cracker. I am Dr. Vidya Vijayan. നെറ്റ് ഇംഗ്ലീഷിന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യാനായിട്ടാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ പ്രസൻറ്റേഷൻ. ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഹിയർ ഈസ് യുവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. The Shield of Achilles is by, it's a very famous work, written by whom? Option A, Homer. Option B, Achilles. Option C, W.H. Auden. And option D, Stephen Spender. കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് അറിയാമെങ്കിൽ നിങ്ങൾ ഗസ് വർക്ക് നടത്തുക, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു പേപ്പറോ പേനയോ ഉണ്ടെങ്കിൽ അതിൽ മാർക്ക് ചെയ്യുക. സോ ദ കറക്റ്റ് ആൻസർ ഈസ് W.H. Auden. He is also known as Pink Poet. He is one among the Pink Poets, and at the same time it is he who introduced the terms like inscape, instress, and also sprung rhythm is also contributed by W.H. Auden. Okay, so this is the first question. Let's move on to our second question. Nuptial love maketh mankind, friendly love perfecteth it, but wanton love corrupteth and embasseth it. Where do these words occur? Option A, the Old Testament. Option B, Francis Bacon. Option C, Sir Thomas Browne. And option D, John Bunyan. ഈ റൈറ്റേഴ്സ് എല്ലാം നമുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള റൈറ്റേഴ്സ് ആണ്. അതുപോലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കും പറഞ്ഞിട്ടുണ്ട്, ദ ഓൾഡ് ടെസ്റ്റമെന്റ്. സോ ഈ ഒരു ലൈൻ അത് ആരുടെ ഒരു കോൺട്രിബ്യൂഷൻ ആയിരിക്കും? ഓഫ് കോഴ്സ് ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ. സം ബുക്സ് ആർ ടു ബി ച്യൂഡ്, സം ബുക്സ് ആർ ടു ബി swallowed. സോ ഈ ഇങ്ങനെയുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള കമൻസ് അല്ലെങ്കിൽ കോട്ട്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത ഒരു റൈറ്ററാണ് ഫ്രാൻസിസ് ബേക്കൺ. സോ അദ്ദേഹത്തിൻ്റെ തന്നെ ലൈനാണ്, nuptial love maketh mankind, friendly love perfecteth it, but wanton love corrupteth and embasseth it. Okay, so Francis Bacon is also known as the wisest, brightest and meanest of mankind. Okay, അപ്പം ഇതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ. Some books are to be tasted, some books are to be chewed, some books are to be swallowed. ആ ഒരു കോട്ടും നമുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കമൻറ്റ് തന്നെയാണ്, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മുടെ ലൈഫിൽ റിപ്പീറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു കോട്ടാണ് അത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദിസ് ഈസ് അവർ തേർഡ് ക്വസ്റ്റ്യൻ. സർ ഫിലിപ്പ് സിഡ്നീസ് Apology for Poetry is a rejoinder. Rejoinder means it's a reply to option A, Plato's Symposium. Option B, Sir Leslie Stephen's An Agnostic's Apology. Option C, Stephen Gossen's School of Abuse. And option D, Edmund Spencer's Complaints. Okay, which is the correct answer? So നമുക്ക് എപ്പോഴും വളരെ ഫേമസ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫിഗർ ആണ് സർ ഫിലിപ്പ് സിഡ്നി അല്ലേ. സോ അപ്പോളജി ഫോർ പോയട്രി ഈസ് എ റിജോയിൻഡർ ടു സ്റ്റീഫൻ ഗോസൻസ് സ്കൂൾ ഓഫ് അബ്യൂസ് അല്ലേ. അദ്ദേഹം എന്തൊക്കെയോ കമൻസുകൾ പോയട്രിയെ ബ്ലെയിം, പോയട്രി ഈസ് ദ മദർ ഓഫ് ഓൾ ലൈസ് ആൻഡ് പോയറ്റ്സ് ആർ ഹേറ്റേഴ്സ്, അല്ലെങ്കിൽ അങ്ങനെ ലയേഴ്സ്, ഇങ്ങനെ കുറേ കമൻസുകൾ പറഞ്ഞപ്പം പോയട്രി എന്നുള്ള ആ ഒരു കാറ്റഗറിയെ പ്രൊട്ടക്ട് ചെയ്ത ഒരു റൈറ്ററാണ് ഫിലിപ്പ് സിഡ്നി. സോ അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ് അപ്പോളജി ഫോർ പോയട്രി, ആൻഡ് ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ആൻ ആപ്റ്റ് റിപ്ലൈ ടു സ്റ്റീഫൻ ഗോസൻസ് സ്കൂൾ ഓഫ് abuse. So let's move on to our next question. Here comes your next question. Milton's commerce is. Milton നമുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ്, പ്യൂരിറ്റൻ ഏജിലെ ഒരു റൈറ്ററാണ്. നമുക്ക് മിൽട്ടനെ പറ്റി പറയുമ്പോൾ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു വർക്ക് പാരഡൈസ് ലോസ്റ്റ് ആണ്. അതൊരു എപ്പിക്കായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് പാരഡൈസ് റീഗെയിൻഡ്, ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് ആണ്. അപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻ എന്താണ്? കോമേഴ്സ് ഈസ് ആൻ അലിഗറി, മാസ്ക്, ആൻ ഓഡ്, എ ലിറിക്. ഇതിൽ ഏത് കാറ്റഗറിയിലാണ് കോമേഴ്സിനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നത്? സോ ദ കറക്റ്റ് ആൻസർ ഈസ് മാസ്ക്. ഓക്കെ, സോ അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Dryden's The Conquest of Granada is a romantic tragedy, heroic play,
റൊമാൻറ്റിക് കോമഡി ആൻഡ് റിവെഞ്ച് ട്രാജഡി. സോ ഡ്രൈഡൻ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എസ്സേയിസ്റ്റ് ആണെന്ന് നമുക്കറിയാം അല്ലെ. നിയോ ക്ലാസിക്കൽ ഏജ് ആണ് അദ്ദേഹത്തിൻ്റെ ഒരു ഏജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള വർക്ക് എപ്സിലം ആൻഡ് അക്കിറ്റോഫൽ അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ്. മെക്ഫ്ലെക്നോമോക് ഹീറോയിക് വർക്ക്. അതുപോലെ അപ്പോൾ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ദ കോൺക്വസ്റ്റ് ഓഫ് ഗ്രാനഡ. സോ ഇറ്റ്സ് എ ഹീറോയിക് play. Okay, it's a heroic play. Okay, let's move on to our next question. Before moving on to the next question, I would like to say some important points. Okay, വരുന്ന ഡിസംബർ 2024 നെറ്റ് എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് അല്ലേ. അപ്പോൾ ആ സ്വപ്നം സാധിക്കണമെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് എന്താണ് നമുക്ക് വേണ്ടത്? വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്ലാനിങ്ങും അതിനോടൊപ്പം തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഒരു പഠനവും നമുക്ക് വേണം അല്ലേ. അപ്പം അതിന് നമ്മൾ ഒരു കോച്ചിങ് നിങ്ങൾക്ക് തരുന്നുണ്ട്. അങ്ങനെ താല്പര്യമുള്ളവർക്ക് ആ ഒരു കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ ബാച്ചിൻ്റെ പ്രത്യേകത എന്താണ്? 120 days മിഷൻ എന്നുള്ളതാണ്. അതായത് മിഷൻ 120 days അതാണ് നമ്മുടെ ഒരു ടൈറ്റിൽ തന്നെ. സോ 120 days കൊണ്ട് നെറ്റ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ മാക്സിമം പോർഷൻസും കവർ ചെയ്ത് ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്ത് നോട്ട്സ് എല്ലാം കൃത്യമായിട്ട് പഠിച്ച് നമ്മൾ എന്താണ് ഈ വർഷത്തെ ഡിസംബർ 2024 നെറ്റ് എക്സാം ക്രാക്ക് ചെയ്യും എന്നുള്ള ആ ഒരു മിഷൻ അതാണ് നമുക്ക് വേണ്ടത്. അപ്പം അതിലേക്ക് താല്പര്യമുള്ളവർക്കെല്ലാം ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പം എന്തൊക്കെയാണ് കോഴ്സ് ഫീച്ചേഴ്സ്? സിലബസ് ബേസ്ഡ് റെക്കോർഡഡ് ക്ലാസ്സസ് are there and doubt clearance session, technical support, PDF notes, previous year questions. അപ്പോൾ ലൈവ് ക്ലാസ്സസിലൂടെയൊക്കെ നമ്മൾ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. അപ്പം ഒരു ക്വസ്റ്റ്യൻ ഒരു ആൻസർ എന്നുള്ള രീതിയിലല്ല അല്ലേ, നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ട് എന്തുമാത്രം ഇൻഫർമേഷൻ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും അതെല്ലാം തന്നെ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ താല്പര്യമുള്ളവർക്ക് ഇഫ് യു വാണ്ട് ടു ക്രാക്ക് ദ UGC NET 2024 you can contact the number 9778826292. ഓക്കെ, അപ്പം നിങ്ങളോടൊപ്പം ഞാനും മെൻറ്ററായിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, ഒരുപാട് ടീച്ചേഴ്സിൻ്റെ ഹെൽപ്പ്, മെൻറ്റർഷിപ്പ്, കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ഇതെല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാവും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Pathetic fallacy means option A, building up misplaced pathos and making a sad error, treating inanimate objects as animate, investing objects with human emotions. ഓക്കെ, അപ്പോൾ ഇതിലേതാണ് പത്തറ്റിക് ഫാലസി എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഏതാണ്? ഇൻവെസ്റ്റിംഗ് ഒബ്ജക്ട്സ് വിത്ത് ഹ്യൂമൻ ഇമോഷൻസ് അല്ലെ. ഹ്യൂമൻ ഇമോഷൻസ് നമ്മൾ കൊടുക്കുക, അസ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും പത്തറ്റിക് ഫാലസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നെക്സ്റ്റ്, De Profundis is a verse play, a prose romance, a personal letter, a novel. It's a very famous work written by Oscar Wilde. Okay, so ഏതാണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? It is a personal letter. Okay, it is a personal letter. Okay, then next question. The Gates of Paradise is by whom? It's a very famous work written by who? William Blake, Robert Southey, John Milton and Dante Alighieri. Which is the correct answer? The correct answer is William Blake. Okay, then next question. ടെന്നിസൺ, നമുക്കറിയാം ആൽഫ്രഡ് ലോർഡ് ടെന്നിസൺ വിക്ടോറിയൻ റൈറ്റർ ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ് ദ പ്രിൻസസ്. It deals with the theme of dash, a moral dilemma, women's education, a child's dream, a historical event. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ദ പ്രിൻസസ്. ഓക്കെ, ആ ഒരു ക്ലൂ വെച്ചിട്ട് തന്നെ നമുക്ക് കൃത്യമായിട്ടൊരു ആൻസർ പറയാം. ഇറ്റ് ഡീൽസ് വിത്ത് വിമൻസ് എഡ്യൂക്കേഷൻ. ഓക്കെ, then let's move on to our next question. The character Subtle appears in Ben Jonson. ഷേക്സ്പിയറിയൻ കണ്ടംപററി ആയിട്ട് നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു റൈറ്ററാണ് ബെൻ ജോൺസൺ. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ വിത്തൗട്ട് ഡൗട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരുപാട് വർക്കുകളുണ്ട്. എവറി മാൻ ഇൻ ഹിസ് ഹ്യൂമർ, എവറി മാൻ ഔട്ട് ഓഫ് ഹിസ് ഹ്യൂമർ ആൻഡ് വോൾപൊണി ആൻഡ് ദ ആൽക്കമിസ്റ്റ്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ്. അപ്പം ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? സറ്റിൽ അപ്പിയേഴ്സ് ഇൻ വിച്ച് വർക്ക്?
Yeah, definitely. He appears in the work The Alchemist. Okay. സോ ഇത്രയുമാണ് നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഇന്നത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. ഇനി ഇതുപോലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. അപ്പം കൂടുതൽ ക്വസ്റ്റ്യൻസിനും കൂടുതൽ ഇൻഫർമേഷനും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക. ഓക്കെ, അപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനും കൂടി എനിക്ക് ഷെയർ ചെയ്യാനുണ്ട്. നമ്മൾ ഈ വരുന്ന സെപ്റ്റംബർ 23 3:30 PM ഒരു ലൈവ് വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് എന്താണ്, അതിന് നമ്മൾ കൊടുത്തിരിക്കുന്ന പേര് ചിറ്റ് ചാറ്റ് സെഷൻ എന്നുള്ളതാണ്. അതായത് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് റിഗാർഡിംഗ് ഹൗ ക്യാൻ വി ക്രാക്ക് ദ നെറ്റ് എക്സാം ആൻഡ് ഇൻ വാട്ട് ഓൾ വേസ് വി ഹാവ് ടു സ്റ്റഡി ആൻഡ് വാട്ട് ഓൾ സബ്ജക്ട്സ് വി ഹാവ് ടു കവർ. സോ ഇങ്ങനെയുള്ള കുറേ ഡൗട്ട്സുകൾ നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ. ഏത് ഏരിയ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഏത് ഏരിയ ആണ് ഇറലവൻ്റ് ആയിട്ടുള്ളത്. അപ്പം ഇതെല്ലാം ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതും അല്ലെങ്കിൽ അതെല്ലാം ഡിസൈഡ് ചെയ്യുക, അതിനോടൊപ്പം തന്നെ എങ്ങനെ വേണം, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്ലാനിങ് വേണം എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് എത്ര ദിവസം കൊണ്ട്, ദിവസം എത്ര മണിക്കൂർ വി ഹാവ് ടു സ്പെൻഡ്. സോ ഇതുപോലുള്ള കുറേ ക്വസ്റ്റ്യൻസും കുറേ ഡൗട്ട്സും നിങ്ങൾക്ക് കാണും അല്ലേ. അപ്പം നിങ്ങൾക്ക് ആ ഒരു വെബിനാറിലൂടെ നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്ത് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ്, നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യും, ഇതെല്ലാം ചെയ്യും. അപ്പം താല്പര്യമുള്ളവർക്ക്, ഇതൊരു സൂം ലൈവായിട്ടാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്, താല്പര്യമുള്ളവർക്ക് ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ എന്താണ് 120 ഡേ സക്സസ് ഗൈഡ് ആൻഡ് സ്റ്റഡി പ്ലാൻ, അതായത് എങ്ങനെ ആ ഒരു 120 ഡേയ്സ് കൊണ്ട് നമുക്ക് ഡിസംബർ 2024 നെറ്റ് എക്സാം ക്ലിയർ ചെയ്യാം എന്ന് നിങ്ങൾക്കൊരു ഗൈഡൻസ് നൽകുക എന്നതാണ് ആ ഒരു ലൈവ് വെബിനാറിൻ്റെ ലക്ഷ്യം. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ജോയിൻ വിത്ത് അസ്. ഓക്കെ, താങ്ക് യു.